കോതമംഗലത്തെ ലവ് ജിഹാദിൽ പോലീസ് കാട്ടിയത് ഗുരുതര അലംഭാവം. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ആരോപണമുണ്ടായിട്ടും റമീസിനെ പോലീസ് പിടികൂടിയില്ല. റമീസ് ക്രൂരത തുടർന്നത് ആത്മഹത്യയിലേക്ക് എത്തിച്ചെന്നാണ് പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പ്. ശനിയാഴ്ച ഉച്ചയോടെയാണ് സോന എൽദോസ് എന്ന TTC വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റമീസും കുടുംബവും കല്യാണത്തിന് മതം മാറണമെന്ന് നിർബന്ധിച്ചു. വീട്ടിൽ കൊണ്ടുപോയി മർദ്ദിച്ചെന്നും സോനയുടെ കുടുംബം ആരോപിച്ചു. വിവരങ്ങളുമായി നിഷ ദിലീപുണ്ട്. നിഷ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യ ലവ് ജിഹാദിനെ തുടർന്ന് ആണ് കുടുംബം ആരോപിച്ചിരിക്കുന്നത്. കോതമംഗലം സ്വദേശിയായ സോന എൽദോസിന്റെ കുടുംബമാണ് ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സോനയുടെ സുഹൃത്തായ റമീസുമായി കല്യാണം നടത്താനായിരുന്നു തീരുമാനം. എന്നാൽ കല്യാണത്തിന് മുൻപ് മതം മാറണമെന്ന് ആവശ്യപ്പെട്ടു. ആദ്യം സോനയുടെ വീട്ടുകാരും സോനയും ഇതിന് സമ്മതിച്ചെങ്കിലും പിന്നീട് റമീസിനെ അനാശാസ്യ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പിടികൂടിയിരുന്നു. തുടർന്ന് പിന്നീട് രമ്യതയിൽ പോയെങ്കിൽ പോലും മതം മാറുന്ന കാര്യത്തിൽ സോനയ്ക്ക് എതിർപ്പായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച, അതായത് 3-ാം തീയതി സോനയെ റമീസിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും വീട്ടുകാരുമായി സംസാരിക്കാം, മതം മാറിയില്ലെങ്കിലും കല്യാണം കഴിക്കാമെന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് പറവൂരിലെ റമീസിന്റെ വീട്ടിലെത്തിയപ്പോൾ റമീസും സുഹൃത്തുക്കളും ഒപ്പം തന്നെ റമീസിന്റെ മാതാപിതാക്കളും ചേർന്ന് മതം മാറാനായി നിർബന്ധിച്ചു. ഇതിനായി പൊന്നാനിയിൽ പോകണമെന്നും 2 മാസം മതപഠനം നടത്തണമെന്നുമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് സോന വീട്ടിലെത്തി. സോന എൽദോസ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. പിന്നീടാണ് ഈ ശനിയാഴ്ച ഈ പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സോനയും റമീസും ഒന്നിച്ച് പഠിച്ചവരാണ്. അങ്ങനെയാണ് ഇവർ തമ്മിൽ പ്രണയത്തിലായതും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതും. വിവാഹം കഴിക്കുന്നത് കൊണ്ട് 2 കുടുംബങ്ങൾക്കും എതിർപ്പൊന്നുമില്ലായിരുന്നു. പക്ഷെ മതം മാറാൻ നിർബന്ധിച്ചതാണ് ഈ കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടായതും ഒപ്പം തന്നെ സോന കടുത്ത മാനസിക സമ്മർദ്ദത്തിലായതെന്നുമാണ് വീട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ സോനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ റമീസും വീട്ടുകാരും മതം മാറാൻ നിർബന്ധിച്ചതായും റമീസിന്റെ സുഹൃത്തുക്കൾ അടക്കമുള്ള ആളുകൾ തന്നെ മാനസികമായി തളർത്തിക്കളഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ സോന അതിൽ എഴുതിയിട്ടുണ്ട്. റമീസും വീട്ടുകാരും സുഹൃത്തുക്കളുമാണ് തന്നെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നും 23-കാരിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇത്രയും ഒക്കെ തെളിവുകൾ ആത്മഹത്യാക്കുറിപ്പിൽ പേരെടുത്ത് പറഞ്ഞിട്ട് പോലും കോതമംഗലം പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെങ്കിൽ പോലും റമീസിനെ വിളിച്ചു ചോദ്യം ചെയ്യാനോ റമീസിന്റെ വീട്ടുകാരെ ഇവിടെ മൊഴിയെടുക്കാനോ ഒന്നും തന്നെ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ള ആരോപണമാണ് സോന എൽദോസിന്റെ കുടുംബം ഉന്നയിക്കുന്നത്. നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. ആത്മഹത്യ ചെയ്ത സോന എൽദോസ് എന്ന TTC വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ റമീസിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങളുണ്ട്. എന്നിട്ട് പോലും റമീസിനെ പിടികൂടുന്നതിൽ പോലീസ് അലംഭാവം കാണിക്കുന്നുവെന്നാണ് ആരോപണമുയരുന്നത്.